السلام عليكم ورحمة الله. الحمد لله الواحد القهار العزيز الغفار مكبر الليل النهار ما شاء الله كان إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. ونفخ في الصور فصعق من في السماوات والأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളായ ഇസ്ലാഹി സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ലോകം അവസാനം അതൊരു ലഘുചിന്ത എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പസമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കുകയാണ്. മനുഷ്യന്മാരേറെ ചിന്തിക്കുന്ന ലോകം ഈ ലോകമാണ്, ഈ ലോകത്തെ പ്രശ്നങ്ങളാണ്. ഈ ലോകം അവസാനിക്കുന്ന സമയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അത്ര വലിയ ഗാഢമായ ചിന്തയിലൊന്നുമല്ല. നമ്മുടെ മരണത്തെക്കുറിച്ച് പോലും നാം വളരെ വിദൂരത്താണ് സംഭവിക്കുക എന്ന നിലക്കാണ് 60 വയസ്സായ ആളുകളും ചിന്തിക്കുന്നത്. പിന്നെ അതിനൊക്കെ ശേഷം എന്ന് എന്ന ചിന്ത, ലോകാവസാനം എന്ന് എന്നൊരു ചിന്ത വളരെ വിദൂരത്തായിട്ടാണ് നാം അതിനെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം അതിനെ കാണുന്നത് വളരെ അടുത്തായിട്ടാണ്. എത്രയോ അടുത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം കാണുന്നത്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഇതിനെ കാണുന്നത് ബഈദായിട്ടാണ്, എന്നാൽ നറാഹു ഖരീബ, നാം അത് വളരെ അടുത്ത സാമീപ്യ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനത്തെ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ അല്ലാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലുള്ള കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം, ഇന്നഹും യറൗനഹു ബഈദ, ജനങ്ങളെല്ലാം ആ ലോകം അവസാനിക്കുന്നതിനെക്കുറിച്ച് കാണുന്നത് വളരെ വിദൂരത്താണ്, എന്നോ നടക്കേണ്ട ഒരു കാര്യമാണ് എന്ന്. അല്ലാഹു പറയുന്നു വനറാഹു ഖരീബ, വളരെ അടുത്താണെന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ വരവും എൻ്റെ മരണവും ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളാണ്. എൻ്റെ വരവും എൻ്റെ മരണവും, വഫാത്തും നബിയുടെ ബീഴ്സും, പ്രവാചകനായി നബിയെ തിരഞ്ഞെടുത്തതും നബിയുടെ വഫാത്തും ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ വളരെ ദൂരത്തൊന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് 1400 വർഷമായിട്ടുള്ളൂ. ഈ പ്രപഞ്ചം വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ജീവിതവും കൊതിയുമൊക്കെ തീർന്ന് അങ്ങനെ ജീവിക്കുന്നതിൻ്റെ വളരെ പെട്ടെന്നാണ് ഈ സംഭവം ഉണ്ടാകുക. ലോകം അവസാനിക്കുന്നതിന് മുമ്പായി ഒരു കാഹളത്തിലുള്ള അതിശക്തമായ, നമ്മളുടെ കർണപുടങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ശബ്ദത്തിൽ ഒരു മുഴക്കമുണ്ടാകും. ഖുർആനിൽ അല്ലാഹു സൂറത്ത് സുമറിൽ പറയുന്നു, വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും, ഫസഇഖ മൻ ഫിസ് സമാവാതി വൽ അർദ്, അപ്പോൾ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരെല്ലാം മരിക്കും. സഇഖ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ബോധരഹിതനായി എന്നൊരർത്ഥമുണ്ട്. പക്ഷേ സൂറത്ത് സുമറിലെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ ഒന്നിച്ച് പറഞ്ഞത് സഇഖ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വഫാത്താവുന്നതാണ്. എല്ലാവരും വഫാത്താവും, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരൊഴികെ. ഇല്ലാമൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ. ആരെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നദ്രി മൻഹും, ആരാണ് അവരെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്ന്. അള്ളാഹു ഉദ്ദേശിക്കുന്ന മലക്കുകളാണെന്ന് പറയുന്നവരുണ്ട്. ചില മലക്കുകൾ മരിക്കുകയില്ല ആകാശത്തുള്ള, എന്നാൽ ഒരൊറ്റ കാഹളത്തിലുള്ള ഊത്തുകൊണ്ട് മുഴുവൻ ആളുകളും ഫസഇഖ മൻ ഫിസ് സമാവാതി വൽ അർദ്, എന്നിട്ട് പറയുന്നു സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, പിന്നെയും ഒരു കാഹളമൂത്തുണ്ടാവും രണ്ടാമതായി. അപ്പോൾ ഫൈദാഹും ഖിയാമുൻ യൻദുറൂൻ, എല്ലാ ആളുകളും എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ കാഹളമൂതുമ്പോൾ
ആകാശഭൂമിയിലുള്ള മുഴുവൻ ആളുകളും മരിച്ചു പിരിയും. രണ്ടാമത്തെ കാഹള ഊതപ്പെടുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കാൻ തുടങ്ങും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു സൂറത്ത് അൽ ഹാഖയിൽ, ഈ കാഹളത്തിലൂടുന്ന സമയത്ത് മനുഷ്യരുടെ അവസ്ഥ ഇതാണെങ്കിൽ ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും അവസ്ഥയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഫഇദാ നുഫിഖ ഫിസ്സൂരി നഫ്ഖതൻ വാഹിദ, ഒരൊറ്റ ഊത്ത് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ വഹുമിലത്തിൽ അർളു വൽ ജിബാൽ ഫദുക്കതാ ദക്കതൻ വാഹിദ, പടച്ച തമ്പുരാൻ ഭൂമിയെ അള്ളാഹു കൊണ്ട് പൊക്കിയെടുക്കും. ഹുമിലത്തിൽ അർള്, ഭൂമിയെ അള്ളാഹു കൊണ്ട് പൊക്കിയെടുക്കും. എടുത്തിട്ട് വൽ ജിബാൽ, ആ എടുക്കുന്ന കൂട്ടത്തിൽ പർവ്വതം ഉണ്ടാവും. പർവ്വതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമിക്കടിയിലേക്ക് എത്ര ആഴത്തിൽ കിടക്കുന്നതാണ്. കാരണം വൽ ജിബാൽ ആ ഉത്താദ, ഭൂമിക്കുള്ള ആണിയാണല്ലോ. അതടക്കം അള്ളാഹു പൊരിച്ചെടുത്തിട്ട് ഫദുക്കത്താ ദക്കത്തൻ വാഹിദ, ഒരൊറ്റ ഇടിച്ച് തകർക്കലാണ്. ഇത് നോക്കി നിൽക്കാനോ കണ്ടാസ്വദിക്കാനോ കഴിയില്ല. വളരെ ഭീകരമാണ് ആ രംഗം. ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. പിന്നെ സംഭവിക്കുമ്പോൾ വെള്ളിയാഴ്ച എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച അതിനെ കൊണ്ട് പേടിക്കണ്ട, വെള്ളിയാഴ്ച നോക്കിയാൽ മതി. അതേത് വെള്ളിയാഴ്ച എന്ന് അറിയില്ല, അടുത്ത വെള്ളിയാഴ്ച ആവാം കേട്ടോ. ഏതായിരുന്നാലും നാം വളരെ ആഗ്രഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കുന്ന മണിമേടകളും നാം ഉണ്ടാക്കിയെടുക്കുന്ന എസ്റ്റേറ്റുകളും നമ്മളുടെ സമ്പത്തുക്കളുമൊന്നും ആ സമയത്തേക്ക് നമുക്ക് ഉപകരിക്കില്ല. എല്ലാം കൈവിട്ടു പോവുകയാണ്. അങ്ങനെ കൈവിട്ടു പോകുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അല്ലേ. ഏതായിരുന്നാലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് യാസീനിൽ ഇങ്ങനെ പ്രസ്താവിക്കുന്നു, മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഖുദുഹും വഹും യുഖസ്സിമൂൻ. ആളുകൾ പലതരം വ്യവഹാരങ്ങളിലും പല ആഘോഷങ്ങളിലും പല തർക്കങ്ങളിലും പല ജീവിത വ്യവഹാരങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തഖുദുഹും, അവരെ പിടികൂടും. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അത് സംഭവിക്കുക. അപ്പോൾ ലോകം അവസാനിക്കുന്നതിന് മുമ്പ്, അതിന് മുമ്പ് എന്തെങ്കിലും ഒരു സിസ്റ്റംസ് കാണിക്കുമോ? ഉണ്ടാവും. ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റങ്ങളിൽ പലതും ഇപ്പോൾ ഇവിടെ പുലർന്ന് കാണുന്നുണ്ട് അല്ലേ. അതല്ല എൻ്റെ വിഷയം, സിസ്റ്റങ്ങൾ പറയലല്ല. ഇവിടുത്തെ സിസ്റ്റം നിങ്ങൾക്കൊക്കെ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളൂ അല്ലേ. ഒരൊറ്റ സിസ്റ്റം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒന്ന്, ഇതാക്കാന ഉമറാവുക്കും ഷിറാറുക്കും, നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും നിങ്ങളുടെ നേതാക്കന്മാർ. ഭരണകർത്താക്കളായിരുന്നാലും നേതാക്കളായിരുന്നാലും സമൂഹത്തിൻ്റെ നേതാവായിരുന്നാലും കുടുംബത്തിൻ്റെ നേതാവായിരുന്നാലും പിന്നെ നിങ്ങളെ നയിക്കുന്ന ഏത് രംഗത്തുള്ള ആളുകളായിരുന്നാലും നേതാക്കന്മാരൊക്കെ വളരെ മോശമായി മാറും. അങ്ങനെ വളരെ വ്യക്തമായി ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അഗ്നിയാവുക്കും ബുഹലാവുക്കും, പണക്കാരായ ആളുകളൊക്കെ പിശുക്കന്മാരായി മാറും. പണക്കാർ പിശുക്കന്മാരാവും. പൈസ ഇല്ലാത്തവർ ദുർവ്യയം ചെയ്യുന്നവരാവും. കേട്ടോ, ഇത് രണ്ടും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സ് അംഗീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയുക. കേട്ടോ. മൂന്നാമത് പറഞ്ഞു, ഉമ്മൂറുക്കും ഇലാ നിസായിക്കും, നിങ്ങളുടെ എല്ലാ കൈകാര്യകർത്തൃത്വങ്ങളും പെണ്ണുങ്ങളായി മാറും. സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്തായിരുന്നാലും കുടുംബത്തിൻ്റെ നേതൃസ്ഥാനമൊക്കെ പെണ്ണുങ്ങളെ കൈമലാവും. ആണുങ്ങളൊരു പിന്നെ വയലിലൊക്കെ കുത്തിവെക്കണ കണ്ണുടുങ്ങാണ്ടക്കാൻ വേണ്ടി വെക്കുന്ന സാധനം പോലെ ആവും. കേട്ടോ.
അപ്പോൾ പെണ്ണുങ്ങളെടുത്ത് കൈകാര്യകർത്തൃത്വം വരുന്ന ഏത് കുടുംബം നിങ്ങൾ വേണമെങ്കിൽ പരിശോധിച്ചോ. നിങ്ങളെ കുടുംബമാവാം, എൻ്റെ കുടുംബമാവാം, നാട്ടിൽ ആരുടെ വേണമെങ്കിൽ കുടുംബമാവാം. പെണ്ണ് കൈകാര്യം ചെയ്യുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ പലതരം അസ്വാരസ്യങ്ങളുണ്ടാവും. പുരുഷൻ്റെ നേതൃത്വത്തിലുള്ള അവളെയും കൂട്ടിയുള്ള ഒരു നേതൃത്വമാണ് ഇസ്ലാം കാണുന്നത്. കുടുംബത്തോ അവൾ പറയുന്നത് പോലെ ചെയ്യാൻ തുടങ്ങിയാൽ ആ വീട്ടിലേക്ക് നിങ്ങളെ മക്കളെ കെട്ടിച്ചേക്കരുത്. അടുക്കള പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെയുള്ള ആണ് പെണ്ണാണോ പെണ്ണാണാണോ നോക്കലാണ്. പല വീടുകളിലും പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയില്ല ഇയാൾ പെണ്ണായത്. തപ്പി നോക്കിയാൽ ഇയാളാണ് എന്നായിരിക്കും. ഇയാളെ സ്വഭാവം പെണ്ണായിരിക്കും. അതാണ് റസൂല പറഞ്ഞ അത്താർ റജുലു ഇമ്രഅത്തഹു, ഭാര്യ പറയുന്നതെന്തോ അത് അടിക്കടി അനുസരിച്ച് നടക്കുന്ന ഭർത്താവ്. എന്നിട്ട് ആ ഭർത്താവ് ഒരു ന്യായം പറയും. കുടുംബജീവിതത്തിന് അച്ചടക്കം വളരെ നല്ലതാണ്. അതായത് ഭാര്യ പറഞ്ഞ അച്ചടക്കത്തോടു കൂടി കേട്ട് നടക്കൽ കുടുംബജീവിതത്തിന് ഏറ്റവും ഭംഗിയുള്ളതും മനോഹരവും സന്തോഷപ്രദവുമാണ്. അങ്ങനെ മനസ്സിലാക്കിയ കുറേ ആണുങ്ങളുണ്ട്. അല്ലെങ്കിൽ ചോരിനെ കയറി പുരയൊക്കെ എടുക്കുന്ന ഐഡിയ ആക്കുള്ളൂ. ഇവിടെ ചോരുമ്പോൾ മുമ്പ് അങ്ങനല്ലേ, ചോരുമ്പോൾ പുരയിൽ കെടുക്കുമ്പോൾ ഇപ്പോഴല്ലേ വാർപ്പായത്. അതിൻ്റെ മുമ്പ് ചോരിൻ്റെ പുരയിൽ പോള ചീരി കൊടുക്കും അല്ലേ. ഇവിടെ പോള ചീരുമ്പോൾ ആ ഇവിടുത്തെ ചോർച്ച നിൽക്കും, പക്ഷേ അപ്പുറത്ത് തുടങ്ങും. അപ്പോൾ അവിടെ കയറി പോള ചീരും. ആ പോള ചീരിയൊന്നും കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. വലിയ വയസ്സന്മാരായ ആളുകൾക്കൊക്കെ എന്തായിരുന്നാലും ഓർമ്മ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വിഷയം, ലോകം അവസാനിക്കുന്ന സമയത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പെട്ടെന്നാണ് ഇതുണ്ടാക്കുക. ഇതിന് സമയമൊന്നുമില്ല, സമയമെടുക്കാറില്ല. ഒരു ഇൻഫർമേഷൻ അതിൻ്റെ മുമ്പ് തരുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ പള്ളികളൊക്കെ കണ്ടമാനം പള്ളികളുണ്ടാവും. പള്ളികളുടെ എണ്ണം കൂടുതലായിരിക്കും. ആകെ 10 ആൾ 15 ആളാണ് ഉണ്ടാകുക. ആകെ അവിടെ ഒരു പള്ളി ഉണ്ടാവും. അങ്ങനെ ആ 15 ആൾ ഇവിടെ കൂടിയിട്ട് എല്ലാവരും കൂടി ഒരു ജുമാ നടത്തി, അങ്ങനെയല്ല, 15 ആളും 10 ആളും ഉള്ളിടത്തൊരു പള്ളി ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ പെയിൻ്റടിയും ആ പള്ളി മനോഹരാക്കുന്നതിൽ അതിന് മുനാരത്തിൻ്റെ മനോഹാരിതയിലൊക്കെ പണിയെടുത്തു കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വാൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്ത, ഒരു കഴിവുമില്ലാത്ത, ചെരുപ്പ് പോലും ധരിച്ചിട്ടില്ലാത്ത, നാളിതുവരെ വാങ്ങാൻ പൈസ ഇല്ലാത്ത ആളുകൾ യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ കെട്ടിടങ്ങൾ ഇങ്ങനെ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇങ്ങനെ പടുത്തുയർത്തും. ലോകാവസാനത്തിൻ്റെ അടയാളം. അതിൻ്റെ മുമ്പ് ഓനെ പരിശോധിച്ചാൽ ഓൻ്റെ കയ്യിൽ മുക്കാലില്ലേ, പെട്ടെന്ന് മുക്കാലുണ്ടാവുകയും പെട്ടെന്ന് ഇതുപോലെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ അതിന് അടയാളത്തിൽപ്പെട്ടതാണ്. പിന്നെ അക്സ അബാഹു, മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഉമ്മയും ബാപ്പയും അകറ്റപ്പെടും. അതിന സദീഖഹു, അവൻ്റെ സുഹൃത്തുക്കളായിരിക്കും അവൻ്റെ ഏറ്റവും ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. ഓൻ്റെ ഉമ്മയും ബാപ്പക്കും ഓൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എപ്പോഴും അതാ പറയാം, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ടാ പറയാം. അതായത് ചില ഫ്രണ്ട്സ് പറഞ്ഞു കൊടുക്കും, ചില മക്കൾ കുടുംബത്തെ സംരക്ഷിക്കുന്ന മക്കളുണ്ടാവും, അവരോട് പറയും അവൻ്റെ സുഹൃത്ത്, എൻ്റെ കുടുംബത്തെ നോക്കേണ്ട ബാധ്യത എനിക്കെന്തുണ്ട്, അനക്കെൻ്റെ ഭാര്യയും കൂടി നോക്കിയാൽ പോരെ. അങ്ങനെ എന്തിനെൻ്റെ വാപ്പനെയും ഉമ്മനെയും പെങ്ങന്മാരെയും അഞ്ചന്മാരെയും ഏട്ടന്മാരെയൊക്കെ നോക്കേണ്ട ബാധ്യത എനിക്കെന്താ? ഇത് അവൻ്റെ കയ്യിൽ അള്ളാഹു അനുഗ്രഹം കൊടുത്തപ്പോൾ അതൊക്കെ ചെയ്തു പോന്നിരുന്ന നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പം അവനെന്ത് ചെയ്യും? മാതാപിതാക്കൾ അകറ്റും. ഇനി അവൻ പൈസ ഉണ്ടാക്കി പല വിദേശ രാജ്യങ്ങളിലും പോയി പണം ഉണ്ടാക്കി നാട്ടിൽ വന്നാൽ അവൻ്റെ ജീവിതവുമായി എപ്പോഴും ബന്ധപ്പെടാൻ മാതാപിതാക്കൾക്ക് അവസരം ഉണ്ടാവില്ല. കാരണം എപ്പോഴും അവൻ്റെ സുഹൃത്തുക്കൾ അവൻ്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ കാണില്ലേ? ചിലപ്പോൾ ചിലരൊക്കെ അനുഭവമുള്ളവരുണ്ടാവും. ഓല് വിചാരിക്കുന്നുണ്ടാവും എൻ്റെ മോനെ കൊണ്ടാണോ നബി ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അങ്ങനെ നിങ്ങളെ മോനെ കൊണ്ട് പറയുന്നതല്ല. ലോകം അവസാനിക്കുന്ന സമയത്തേക്ക് ഇത്തരം സുഹൃത്തുക്കളും ഈ സുഹൃത്തുക്കളുടെ
നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്ന മക്കൾ വളർന്നു വരും. അതൊക്കെ ലോകാവസാനത്തിൻ്റെ അടയാളം. പക്ഷെ ഇതൊക്കെ അടയാളങ്ങളായിട്ടൊന്നും നമ്മൾ പാഠം പഠിക്കൊന്നുമില്ല. അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇതൊന്നും വിചാരിച്ചിട്ടൊന്നും നമ്മളിപ്പോൾ ഇന്നോ നാളെ വെച്ചിട്ടൊന്നും നമ്മൾ നന്നാവാനൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ നന്നാവുന്ന ആളുകൾക്ക് ഈ ഡയറക്ഷൻ ഒരു ചോദ്യചിഹ്നമായിരിക്കും. ഇത് നാളെ പരലോകത്ത് അള്ളാൻ്റെ കോടതിയിലുണ്ടാവും. വളരെ കുറഞ്ഞ ആൾക്കാരെ ഇത് ഇപ്പം നമ്മൾ കേൾക്കുന്നുള്ളൂ. എങ്കിൽ പോലും ഇത് വളരെ സൂചന അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ അംറു സഅത്തി ഇല്ലാ കലംഹിൽ ബസർ. ഈ ലോകം അവസാനിപ്പിക്കുവാൻ, അതായത് ആകാശഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും മരിപ്പിക്കുവാനും ഈ പർവ്വതങ്ങളും ഭൂമിയും പൊക്കിയെടുത്ത് അടിക്കുവാനും അള്ളാഹു എടുക്കുന്ന സമയം ഇല്ലാ കലംഹിൽ ബസർ, ഒരു പ്രാവശ്യം ഒരാൾ കണ്ണിൻ്റെ പോള പൂട്ടി തുറക്കുന്ന സമയം. ഔ ഹുവ അഖ്റബ്, അല്ലെങ്കിൽ അതിനേക്കാൾ മൈക്രോ പോയിൻ്റ് സമയം. നമ്മൾ കണ്ണിൻ്റെ പോള പൂട്ടി തുറക്കാൻ എത്ര സമയം വേണോ അത്ര സമയം എന്തിനു വേണ്ടു? ഈ ആകാശഭൂമി മുഴുവനും തകർത്തടിച്ച് ദക്കത്തൻ വാഹിദ, ഒരൊറ്റ അടിച്ച് തകർക്കലാണ്. അതിനുള്ള സമയം ഇല്ല കലംഹിൽ ബസർ, ഒരു കൺപോള വെട്ടിത്തുറക്കണ സമയം. അത് പറഞ്ഞിട്ടല്ല പറഞ്ഞു ഔ അല്ലെങ്കിൽ ഹുവ അഖ്റബ്, അതിനേക്കാൾ മൈക്രോ പോയിൻ്റ് സമയം മതി. ഇന്ന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളും കഴിവുള്ളവനാണ്. ഇനി ആ സമയത്ത് പല കാര്യങ്ങളും, ഇപ്പോൾ നമ്മൾ സാധാരണ ആളുകൾ മരിക്കാനൊക്കെ പോകുന്ന സമയത്ത് മക്കളെയൊക്കെ വിളിച്ച് കൈയൊക്കെ പിടിച്ച് ഉമ്മാനെ ഏൽപ്പിച്ച്, അനുജനെ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ കാര്യങ്ങൾ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ കടങ്ങൾ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള വസിയത്തുകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വിളിക്കുന്നൊക്കെ ആളുകളുണ്ടല്ലോ. പക്ഷെ ഫലാ യസ്തതിഊന തൗസിയത്തൻ, ഈ സമയത്തൊരു വസിയത്തിന് സമയം ഉണ്ടാവില്ല. ഒരാളോട് പോയിട്ട് എന്തെങ്കിലും ഒരു വസിയത്ത് പറയാം. ഇപ്പം ഈ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനും നിങ്ങളിപ്പോൾ തമ്മിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വസിയത്താണ്. വസിയത്ത് പറഞ്ഞാൽ എന്താ? ഉപദേശം അല്ലേ? അത് ആ ഉപദേശത്തിന് വസിയത്ത് പറയുമ്പോൾ അന്തിമമായി നടക്കുന്ന വസിയത്തിനാണ് നമ്മൾ എന്താ പറയുക? വസിയത്ത് അല്ലേ? വാപ്പാൻ്റെ വസിയത്തുണ്ട് പറഞ്ഞാൽ വാപ്പ മരിക്കുന്ന സമയത്ത് അന്തിമമായിട്ട് നൽകിയ വസിയത്തുണ്ടെന്നാണ്. അതുപോലെ ഫലാ യസ്തതിഊന തൗസിയത്തൻ, ഇങ്ങനൊരു വസിയത്തിന് സമയം കിട്ടൂല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, ഒന്ന് വീട്ടിൽ പോയി വരട്ടെ എന്ന് വിചാരിക്കാൻ കഴിയൂല. വീട്ടിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരാൾ പുറത്ത് നിന്നിട്ട് ചെടി നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചു നിൽക്കുക, പുറത്തേക്ക് പാഞ്ഞു കയറാൻ കഴിയില്ല കേട്ടോ. ലോകം അവസാനം ഒരു ലഘു ചിന്തയാണ്, അല്ലാണ്ട് വിശാലമായി ചിന്തിക്കാൻ ഈ സമയത്ത് കഴിയില്ല. അപ്പോൾ ഖുർആൻ സൂറത്ത് റഹ്മാനിൽ പറയുന്നതാ, കുല്ലുമൻ അലൈഹാ ഫാൻ, ഈ ഒരു കാഹളത്തിലുള്ള ഊത്തോടു കൂടി കുല്ലുമൻ അലൈഹാ ഫാൻ, ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതുമായ എല്ലാം ഫാൻ നശിച്ചു പോകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അത്യുദാരനായ അതിമാന്യനായ രക്ഷിതാവിൻ്റെ മുഖം മാത്രമേ പിന്നെ ഇവിടെ ബാക്കിയുണ്ടാവുള്ളൂ. ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളും എല്ലാ അചേതന സചേതന വസ്തുക്കളും അള്ളാഹു നശിപ്പിച്ചിരിക്കും. രണ്ടാമത്തെ കാഹളത്തിൽ ഊതുമ്പോഴാണ് നമ്മളൊക്കെ എണീക്കുക, എല്ലാവരും എഴുന്നേൽക്കുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ഖുർആൻ ഈ സംഭവത്തെ നമ്മൾ വളരെ എളുപ്പം ഓതി തീർക്കുന്ന നമസ്കാര വേളയിലൊക്കെ ഉപയോഗിക്കുന്ന സൂറ ഉണ്ടല്ലോ, ചെറിയ സൂറകളിൽ പോലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അൽ ഖാരിയത്തു മൽ ഖാരിയ, മുട്ടി അലക്കുക എന്ന കാര്യത്ത്, ഭയങ്കര ശബ്ദത്തിൽ മുട്ടി അലക്കുന്ന അൽ ഖാരിയത്ത്. മൽ ഖാരിയ, എന്താണ് ആ മുട്ടി അലക്കുന്ന സംഭവം? വമാ അദ്റാക മൽ ഖാരിയ, നിനക്കെന്തറിയാം മുഹമ്മദേ? മുഹമ്മദ് നബിക്ക് പോലും ഇത് എപ്പോഴാണെന്നറിയില്ല. മുഹമ്മദ് നബിക്ക് അള്ളാഹു വഹി കൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് കേട്ടോ. മുഹമ്മദ് നബിക്ക് പോലും അറിയില്ല എപ്പോഴാണ്, എന്ത്, ഏതാണ് അതിൻ്റെ സെക്കൻഡ്, എന്ത്. ഖുർആൻ പറഞ്ഞതും വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സംസാരിച്ചത് ഞാനിവിടെ പറയുന്നുള്ളൂ കേട്ടോ. വേറെ ആരെങ്കിലും വന്നിട്ട് പറയുക 2020 ലോകം അവസാനിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവും. നിങ്ങൾ പേടിക്കണ്ട, കാരണം ഇത് അള്ളാഹ്ക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. 2020 ലോകം അവസാനിക്കുന്ന ഒരാൾ, ഒരു ശാസ്ത്രജ്ഞൻ
എഴുതിയ ചില ആൾക്കാരൊക്കെ തൽക്കാലം ഉള്ളതൊക്കെ വിറ്റ് പുട്ട് കള്ളക്കി അടിക്കണ്ട, 19 തുടങ്ങും തിന്നാൻ, എന്നാലും ഒരു കൊല്ലത്തേക്ക് നയിക്കാണ്ട് തീരുള്ളൂ ചിലവരെ സ്വത്തൊക്കെ കേട്ടോ. അങ്ങനെ പല സന്ദർഭങ്ങളിലും ലോകം അവസാനിക്കുന്നതൊക്കെ മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, അത്തരം കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല അല്ലാണ്ട് കേട്ടോ. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, അൽ ഖാരിയത്തു മൽ ഖാരിയ, മുട്ടി അലക്കുന്ന സംഭവം. ആ സമയത്ത് യൗമ യകൂനുന്നാസു കൽ ഫറാഷിൽ മബ്സൂസ്, എഴുന്നേറ്റ് വരുന്ന, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മനുഷ്യന്മാരൊക്കെ കൽ ഫറാഷിൽ മബ്സൂസ്, ചിന്നിച്ചിതറപ്പെട്ട പൂമ്പാറ്റകളെ പോലെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ മഴയത്തൊക്കെ ചില സമയത്ത് ആദ്യം മഴ പെയ്യുമ്പം ഭൂമിൻ്റെ അടിയിൽ നിന്ന് പാറ്റ പൊടിയുന്നുണ്ട് നിങ്ങൾ, അതേമാതിരി ഖബറിൽ നിന്ന് ഇങ്ങനെ നീച്ച് പുറത്തേക്ക് വരും. എന്നിട്ടിങ്ങനെ ചിന്നിച്ചിതറപ്പെട്ട നിനക്കുണ്ടാവും. ഒത്തക്കൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്, കടഞ്ഞെടുത്ത രോമം പോലെ ഉണ്ടാവും പർവ്വതമൊക്കെ. പർവ്വതപ്പം എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ ഒരൊറ്റ ദക്കത്തെന്ന് പറഞ്ഞ ഒരൊറ്റ അടി ഉണ്ടല്ലോ, ആ അടിയോടുകൂടി കുടഞ്ഞു കളിയും. പർവ്വതമൊക്കെ കൽ ഇഹ്നിൽ മൻഫൂഷ്, കടഞ്ഞെടുത്ത ഇഹ്ന് പോലെ ഉണ്ടാവും, രോമം പോലെ. നമ്മൾ സാധാരണ കിടക്കൊക്കെ നിങ്ങളുണ്ടല്ലേ കടഞ്ഞെടുക്കുന്നത്, പഞ്ഞ് കടഞ്ഞെടുക്കുന്നുണ്ടല്ലേ, അതേപോലെ ഉണ്ടാവും. അപ്പം ലോകം അവസാനിക്കുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ ചെറിയ സൂറയിൽ തന്നെ അള്ളാഹു പറയുന്നു, ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി ഇങ്ങനെ കിടുകിട്ടങ്ങനെ നിന്ന് പറക്കും. ആ പറക്കുന്ന സമയത്തേ പറഞ്ഞത് ഇല്ലാക്കലംഹിൽ ബസർ ഓ ഹുവാക്രം അല്ലേ, കണ്ണിൻ്റെ ഇമ വെട്ടി തുറക്കുന്ന സമയം ഈ വിറക്കലുണ്ടാവുള്ളൂ. ഇത്തരം സ്കെയിലൊന്നും വേണ്ട അല്ലാക്ക്, അല്ലേ? ഇപ്പല്ല ഇടയ്ക്കിടയ്ക്ക് കുലുക്കുന്നുണ്ടല്ലോ, ആ കുലുക്കലല്ല ഇത്. നിന്ന് കുലുങ്ങും, എല്ലായിടത്തും കുലുങ്ങും, ഒരു സ്ഥലത്തും കുലുങ്ങാൻ ബാക്കി ഉണ്ടാവില്ല. ഇപ്പോഴൊക്കെ അവിടെ കുലുങ്ങുമ്പോൾ പുറത്തേക്ക് പായില്ലേ, അങ്ങനെ പായൂല. എവിടെ പാഞ്ഞാലും തന്നെ സ്ഥിതി. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ കേട്ടോ. അപ്പോഴും വാഹ്റജത്തിൽ അർളു അസ്കാലഹ, ഭൂമി അതിൻ്റെ ഭാരമൊക്കെ ഉണ്ട് പുറത്തേക്ക് തള്ളും. ഇപ്പം ഭൂമിക്കടിയിൽ എന്തൊക്കെ ഭാരം അള്ളാഹു ഒളിപ്പിച്ചിട്ടുണ്ട്? മയ്യത്ത് മാത്രമാണോ? അല്ല, ഒരുപാട് പെട്രോളുണ്ട്, ഡീസലുണ്ട്, സ്വർണ്ണമുണ്ട്, കൽക്കരിയുണ്ട്, അല്ലേ, വെള്ളിൻ്റെ ഒക്കെ പുറത്തേക്ക് എടുത്തള്ളും എല്ലാ ഭാരങ്ങളും. വാഹ്റജത്തിൽ അർളു അസ്കാല. അങ്ങനെ ഭൂമിയുടേതായ എല്ലാ അർത്ഥത്തിലുമുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഒരൊറ്റ ഊത്തുകൊണ്ട് മനുഷ്യന്മാരൊക്കെ മരിക്കും. രണ്ടാമത്തെ ഊത്തുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് വരും. എന്തിനാ രണ്ടാമത്തെ ഊത്തിൽ പുറത്തേക്ക് വന്നത് അറിയോ? ഖുർആൻ രണ്ടാമത്തെ കാഹളത്തിൽ മുഴക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയാൻ, വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും, ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഈ ആയത്തറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അല്ലേ, കാരണം യാസീൻ ആയതുകൊണ്ട്. ഒരുവിധ ആളുകൾക്ക്, പഴയ ആളുകൾക്കൊക്കെ എന്തായിരുന്നാലും യാസീൻ അറിയാം. പുതിയ ആളുകൾക്ക് യാസീനും കണക്കാണ്, റഹ്മാനും കണക്കാണ്. ഏത് സൂറയാലും കണക്കാണ്, ഒന്നും അറിയില്ല. ഏത് സൂറ അറിയാമെന്നുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. പഴയ ആളുകൾക്ക് കുറേ സൂറകളൊക്കെ ഈ മഗ്‌രിബ് നിസ്കരിച്ചിട്ടൊക്കെ ഓതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടാണല്ലോ യാസീനൊക്കെ. ഏതോട്ടെ, അതിൽ പറഞ്ഞെന്താ, വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും, ഫൈദാഹും, അപ്പോൾ അവർ മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, ഖബറിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ, റബ്ബിലേക്ക് ഒഴുകും. ഒരൊഴുക്കാണ്. എല്ലാവരും കൂടി അള്ളാഹുവിൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു കുറ്റിയടിച്ചതുപോലെ ഉണ്ടാവുന്ന ജനങ്ങളെല്ലാം കൂടി അള്ളാഹിൻ്റെ അടുത്തേക്ക് കണ്ടെത്തിയാൽ. ഈ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞതാ. അപ്പോൾ ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. എന്നിട്ട് അവർ പറയും, ഖാലു യാ വൈലന, നമ്മുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിന, ഈ സുഖനിദ്രയിൽ നിന്ന് നമ്മളെ ഉണർത്തിയതാരാണ്? അപ്പോൾ ഖബറിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉറങ്ങുകയായിരുന്നു. പിന്നെ അവിടെ ശിക്ഷയോ? അവിടെ ശിക്ഷയും ഉറക്കത്തിലൂടെയുള്ള അനുഭവം പോലെയാണ്. അപ്പം ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളെ വലിയ അപകടകരമായ സാഹചര്യത്തിൽ നേരം വെളുപ്പിക്കാറില്ലേ, അല്ലേ? തീക്കുണ്ടാർത്തി കിടന്നിട്ട് ഇങ്ങനെ വെന്തുരുകുന്നത് അനുഭവിക്കാറില്ലേ? അതേപോലെ സുഖം അനുഭവിക്കുകയല്ലേ? അത്രയും നിദ്രയിലായിരുന്നു. ആര് വിളിച്ചുണർത്തി? മൻബാസന, ആരാണ് വിളിച്ചുണർത്തിയത്? മിമ്മർക്കദിന, നമ്മളുടെ ഈ സുഖനിദ്രയിൽ നിന്ന്.
അപ്പോഴാണ് ഇത് കേട്ട് മനസ്സിലാക്കി ഇത് ഇന്നതാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ നമ്മളെപ്പോലുള്ള വിശ്വാസികളായ ആളുകൾ ആ ചോദ്യത്തിനൊരു മറുപടി പറയും, ഹാദാ മാ വഅദർ റഹ്മാൻ, ഇത് കാരുണ്യകൻ വാഗ്ദത്തം ചെയ്ത ദിവസമാണ്. വസദഖൽ മുർസലൂൻ, അംബിയ മുർസലുകൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച വിഷയത്തിൻ്റെ സത്യസാക്ഷാത്കാരവുമാണ്. ഇത് റുസുലന്മാർ പറഞ്ഞ കാര്യങ്ങൾ സത്യമായി പുലരുന്ന സന്ദർഭമാണ് എന്നവർ പറയും. മനസ്സിലായോ? അപ്പോൾ ഈ റബ്ബിൻ്റെ കോടതിയിലേക്കുള്ള ഒരൊറ്റ വര വരച്ചതുപോലെ ആണ് എല്ലാവരും അള്ളാഹുവിലേക്ക് കോടതിയിലേക്ക് പോവുക. എങ്ങനെയാ പോകുന്നത്? ഉരിദു അലാ റബ്ബിക സഫൻ, ഒരൊറ്റ വരിയ. എങ്ങനെയാ ചെന്നത്? ലഖദ് ജീതുമുനാ കമാ ഖലഖ്നാകും അവ്വല മറ. ഉമ്മാൻ്റെ വയറ്റിന്ന് വരുമ്പം ഉടുതുണിയൊന്നുമില്ലാണ്ട് വന്നതുപോലെയാണ് ഈ മനുഷ്യന്മാർ മുഴുവനും അള്ളാഹിൻ്റെ കോടതിയിലേക്ക് അങ്ങോട്ട് പോവുക കേട്ടോ. കമാ ഖലഖ്നാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ, അവ്വല മറ, ആദ്യത്തെ പ്രാവശ്യം. ഒന്നാമത്തെ പ്രാവശ്യം എങ്ങനെയാണോ നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് ആ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ഈ ചെല്ലുന്ന ദിവസം വളരെ പ്രയാസകരമായ ഒരവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എല്ലാ രഹസ്യ പരസ്യവും അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തപ്പെടും. മനസ്സിലായോ? ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്ത എല്ലാ രഹസ്യങ്ങളും റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തും. മനസ്സിൽ വിചാരിച്ചതുപോലും വഹുസ്സില മാഫിസ് സുദൂർ, ഹൃദയത്തിൻ്റെ അകത്തൊളിപ്പിച്ച് വെച്ചതുപോലും റബ്ബിൻ്റെ കോടതിയിലേക്ക് എത്തും. അതാണ് റബ്ബിൻ്റെ കോടതി. ഇതിനൊന്നും ഒരു പ്രയാസവുമില്ല അള്ളാഹ്ക്ക് കേട്ടോ. എന്തെല്ലാം ചെയ്തുവോ അതും ഉണ്ടാവും അല്ലേ? ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇദസ്സമാഉൻ ഫതറത്ത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. ആകാശം അങ്ങനെ പൊട്ടിങ്ങിട്ട് പിളരും. ഇദസ്സമാഉൻ ഷക്കത്ത് അല്ലേ? ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. വൈദൽ ഖവാക്കിബുൻ തസ്റത്ത്, നക്ഷത്രങ്ങളൊക്കെ, നക്ഷത്ര കുടുംബങ്ങൾ, സാറ്റലൈറ്റുകൾ, ഇവിടുത്തെ ഭൂമിയേക്കാൾ 13 ലക്ഷം ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട് ആകാശഗംഗയിൽ. അതെല്ലാം ഇങ്ങനെ ചിതറി വീഴാൻ തുടങ്ങും. ഈ കാഹളത്തിൽ ഊതപ്പെടുമ്പോഴേ ആകാശം കണ്ട് പൊട്ടിപ്പിളർന്നിട്ട് നക്ഷത്രങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകും, എല്ലാം ചിതറി വീഴും. വൈദൽ കവാക്കിബുൻ തസ്റത്ത് വൈദൽ ബിഹാറു ഫുജ്ജിറത്ത്, മുക്കാൽ ഭാഗം നിൽക്കുന്ന കടലുണ്ടല്ലോ, അത് കാൽഭാഗം കരയിലേക്ക് ഒഴുക്കി വിടുവല്ല. മത്സരമുണ്ടാക്കുകയല്ല. മുക്കാഭാഗം കടലല്ലേ, ഇപ്പം കാഭാഗം കരിയല്ലേ, അത് ഫുള്ള് പരലോകമായി മാറുകയാണ്. അതാണ് വൈദൽ ബിഹാറു ഫുജ്ജിറത്ത് വൈദൽ ഖുബൂറു ബുസിറത്ത്. അത് ചെയ്തു കഴിഞ്ഞാൽ ഖബറിന്ന് അങ്ങോട്ട് തുറന്നു വിടും. അപ്പോൾ കരിച്ചു കളഞ്ഞോലെ ഖബറോ, അല്ലെങ്കിൽ പല നിലക്കും ആളുകൾ ഇപ്പോൾ സമുദ്രത്തിൽ വെച്ച് മരിച്ചാൽ ഇസ്ലാമിലെ നിയമപ്രകാരമാണെങ്കിലും പലകയിൽ വെച്ച് കെട്ടിത്താഴ്ത്തും അല്ലേ? ഖബർ ഓടുന്നു തുടങ്ങി, റൂഹ് പിരിയുന്നോട് തുടങ്ങിയിട്ടുണ്ട്. മറ്റത് കെട്ടിത്താത്തിയെന്താ? കരിച്ചതൊക്കെ എന്താ? ജസദ് മാത്രമാണ്. റൂഹിനൊരു ഖബർ അവിടെ എത്തിപ്പോയിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഭൗതിക ശരീരം വെച്ചാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്, കരിക്കുന്നതും ഒക്കെ. ആ പോകേണ്ട ഖബറിൽ ആളെത്തിയിട്ടുണ്ട്, അത് തുറന്നു വിടുന്നുണ്ട്. അതാണ് വൈദൽ ഖുബൂർ ബുസിറത്ത്. അങ്ങനെ വിട്ടുകളഞ്ഞാൽ അലിമത്ത് നഫ്സും മാ ഖദ്ദമത്ത് വ അഖറത്ത്. അലിമത്ത് നഫ്സുൻ, ആ സമയത്ത് മനുഷ്യൻ അറിയും, റിസൾട്ട് അറിയും. മാ ഖദ്ദമത്ത്, എന്തെല്ലാം അള്ളാഹു ചെയ്തത്, പറഞ്ഞത്, കൽപ്പിച്ചത്, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഏതെല്ലാം പാലിച്ചു, ഏതെല്ലാം സൽക്കർമ്മമായി നിങ്ങൾക്ക് കിട്ടി, ആ വിവരം അറിയും. നിസ്കരിച്ചത് കിട്ടിയോ കിട്ടിയില്ലേ അപ്പം അറിയും. കിട്ടണമെങ്കിൽ എന്ത് വേണം നമുക്കറിയാലോ. നമസ്കാരം കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെ ഈ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത്, നമസ്കാരം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഇഖ്ലാസ് വേണം അല്ലേ? ആത്മാർത്ഥമായിരിക്കണം. രണ്ടാമത്തത് സവാബായിരിക്കണം. നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം റസൂല് പഠിപ്പിച്ചെന്നായിരിക്കണം. എങ്ങനെ നിസ്കരിച്ചോട്ട് കാര്യമില്ല. സവാബായിരിക്കണം, ഇഖ്ലാസ് ആയിരിക്കണം.
ചില ആളുകളുടെ ഇഖ്ലാസ് ഉണ്ടാവും, സവാബായിരിക്കില്ല, ശരിയായിരിക്കില്ല, റസൂൽ പറഞ്ഞാൽ വിചാരിക്കില്ല. ചില ആളുകളുടെ ശരിയായിരിക്കും, പക്ഷേ ഇഖ്ലാസ് ഉണ്ടാവില്ല, രണ്ടാലും കിട്ടൂല. അങ്ങനെ ഒരു കൃത്യമായി ഹജ്ജിനൊക്കെ പോയി, അതും അങ്ങനെ തന്നെ. ഉംറക്ക് പോയി, അതും അങ്ങനെ തന്നെ. ഇപ്പം ആകെ മൊത്തം ഒരു പരസ്യ ഇബാദത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പം അധിക സംഭവങ്ങൾ കിട്ടൂല. അപ്പോൾ ഇഖ്ലാസ് വേണം, അതോടൊപ്പം റജാവ് വേണം, പ്രതീക്ഷ വേണം. എൻ്റെ ഈ നമസ്കാരം അള്ളാഹു സ്വീകരിക്കും, അതിന് മാത്രമൊക്കെ ആത്മാർത്ഥം എൻ്റെ കൽബിൽ ഉണ്ടായിട്ടുണ്ട്, ആ ബോധം വേണം. അപ്പം ഖദ്ദമത്തായിട്ട് സക്കാത്ത് കൊടുത്തു, സദക്ക കൊടുത്തു, ഒരുപാട് കൊടുത്തു. ചില ആൾക്കാർ പറയുന്നുണ്ട് അഹ്ലക്തു മാലല്ലുബദ, ഞാൻ എത്രയോ പണം നശിപ്പിച്ചു പറഞ്ഞുണ്ട് അല്ലേ. ഞാൻ ഒറ്റ പള്ളിക്ക് പൈസ കൊടുത്തിട്ട് പൈസ തീർത്തെന്ന് അറിയുന്നത് അങ്ങനെ പറഞ്ഞുണ്ട്. യക്കൂലു അഹ്ലക്തു മാലല്ലുബദ, മാലൻ ലുബദന്ന, എണ്ണല്ലാത്ത പണം ഞാൻ കൊടുത്തിട്ടുണ്ട്, ചെലവഴിച്ചിന് പല പള്ളികൾക്കും, പല പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ, പല പാവപ്പെട്ടവർക്കും വീടുണ്ടാക്കി കൊടുക്കാൻ ഞാനതൊക്കെ ചെയ്തവനാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയും. അപ്പം എന്തായി പടം കിട്ടിയോ? ആ കദ്ദമത്തിലെത്തിയില്ല, അത് ഇവിടെ നിന്നുപോയി. അതാണ് എന്തൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ കൽപ്പിച്ചതുപോലെ ചെയ്തു, അതൊക്കെ അലിമത്ത് നഫ്സും. പിന്നെന്താ ഒമാഖറത്ത്, എന്തൊക്കെയാണോ അള്ളാഹും റസൂലും പറഞ്ഞിട്ട് ചെയ്യാതെ വിട്ടുപോയത്, അതും അവിടെ നിന്ന് വരറിയും. ഇപ്പം നിസ്കരിക്കാത്തവരുണ്ടാവില്ലേ? ഉണ്ടാവും. കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവരുണ്ടാവില്ലേ? കഴിവുണ്ടായിട്ടും ഉലൂഹിയത്ത് ഇറക്കാത്തവരുണ്ടാവില്ലേ? കഴിവുണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാത്തവരുണ്ടാവില്ലേ? കഴിവുണ്ടായിട്ടും ആരോഗ്യം ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കാത്തവരുണ്ടാവില്ലേ? ഞമ്മക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതേ മൗലവിമാർ 4 KNM ആൾക്കാർ നോയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നോളുണ്ടാവില്ലേ? ഒക്കെ മാറിക്കലനല്ലേ, അഖറത്തിനല്ലേ. നമ്മൾ എപ്പോഴെങ്കിൽ ഓലെന്തേലും പരിപാടി ഉണ്ടാകുമ്പോൾ വിളിച്ചപ്പോൾ അപ്പോൾ ഒരു ചായ ഒരു നുറുക്കും കിട്ടും ചെയ്യും. ഇപ്പം ഇന്നത്തെ നുറുക്കാണ് ഞാൻ കണ്ടത് പറഞ്ഞെന്നുള്ളൂ. എന്നത്തും എന്താ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ചായ നുറുക്കും കിട്ടും. പിന്നെ നല്ലൊരാളാ കുറച്ച് ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാവും. അപ്പം മക്കളെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ വിളിക്കുക, അപ്പോൾ കുറച്ച് നല്ല ആൾക്കാരൊക്കെ വരും, മനസ്സിലായില്ല. അങ്ങനെ പല ഐഡിയ ഉള്ളവരുണ്ടാവും. അതൊക്കെ അഖറത്തായി പോകും. പിന്നെ ആളും കൂട്ടും ആൾക്കൂട്ടവും സമൂഹവും ഒക്കെ ആളുകൾക്ക് ഇന്നൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. മക്കളൊക്കെ കല്യാണത്തിനന്ന് പുറൻ്റെ മുറ്റത്ത് ഒരുപാട് കാറും ഒരുപാട് വലിയ വലിയ ആളുകളുടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടാൽ നമുക്കതിലെന്തൊക്കെ ഒരു അഭിമാനമുള്ള മാതിരിയാണ് തോന്നുന്നത് അല്ലേ? അതല്ലേ? ആരുമില്ല എന്ന് തോന്നലുണ്ടാവില്ല. പിന്നെ മാത്രമല്ല നമ്മളെ മറുഭാഗം ഉണ്ടാവില്ല. ഇപ്പം നമ്മളെ മോളതാണെങ്കിൽ മോൻ്റെ മറുഭാഗം ഉണ്ടാവില്ല. ഓല് വരുമ്പോൾ എല്ലാ വണ്ടിയും നിരന്ന് നിൽക്കുമ്പോൾ ഒരു സ്തബ്ധരായി പോകണം. ഭയങ്കര ടീമാട്ടോ അവർ. അതിനും വേണ്ടിയിട്ടൊക്കെ പല ബന്ധങ്ങളും നിലനിർത്തി പോകുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ അതിനാണ്. എല്ലാ ഗ്രൂപ്പിലും ചേരും. യു ആഡഡ് അല്ലേ? സകല ആളെ ആഡ് ചെയ്യാം. അതിനെച്ചാൽ ഒരു കൂട്ടായ്മ. ഇപ്പം അങ്ങനെ ആളുകൾക്ക് വേണ്ടത്. നമുക്ക് വേണ്ട കൂട്ടായ്മ അതല്ല, ഇഖ്ലാസുള്ള ശരി ചെയ്യുന്ന നല്ല മനുഷ്യരുടെ കൂട്ടായ്മ, വൃത്തിയുള്ള മനസ്സിൻ്റെ കൂട്ടായ്മ അല്ലേ? മറ്റുള്ളവർക്ക് അപകടം വരുമ്പോൾ ദുഃഖിക്കുന്ന കൂട്ടായ്മ, മറ്റുള്ളവർക്ക് സന്തോഷം വരുമ്പോൾ കൂടെ സന്തോഷിക്കുന്ന കൂട്ടായ്മ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത് വ അഖറത്ത്, എന്തെല്ലാം അള്ളാഹു കൽപ്പിച്ചത് ചെയ്തു, ആ റിസൾട്ട് അറിഞ്ഞു. അള്ളാഹു കൽപ്പിച്ച എന്തെല്ലാം ചെയ്തില്ല, അതാണ് അഖറത്ത്, അതും റിസൾട്ട് അറിഞ്ഞു. പിന്നെ അള്ളാഹു പറയാത്ത എന്തൊക്കെ കാര്യം ചെയ്തു, അള്ളാഹു നിരോധിച്ച എന്തെല്ലാം കാര്യം ചെയ്തു, രഹസ്യമായി എന്തൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പം നിങ്ങളിൻ്റെയും ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു നിങ്ങളുടെ ഇന്ത്യയൊക്കെ ഒരു റിസൾട്ട് ഇട്ടു നിൽക്കുക. എല്ലാ തെറ്റും ചെയ്തതിൻ്റെ റിസൾട്ട് ഇങ്ങോട്ട് നമുക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കിട്ടും നിൽക്കുക. നിങ്ങളിവിടെ കയറുമോ? അത് കിട്ടും നിങ്ങൾക്കല്ല, മൂപ്പർക്കാണെങ്കിലോ. നിങ്ങളിങ്ങോട്ട് കയറി, അപ്പോൾ കയറി അതിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങളെല്ലാ ഇതുവരെ ചെയ്ത തെറ്റ്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ പോവുമോ സത്യത്തിൽ? ആ റിസൾട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വമ്പൻ സ്വർഗം തരാറിഞ്ഞാണ്. ഏത്? നിങ്ങളിവിടുന്ന് ആഗ്രഹിച്ചാൽ കിട്ടാത്ത പെണ്ണ് കേട്ടോ. ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമി മുഴുവൻ പ്രകാശിക്കുന്ന പെണ്ണ്.
ഹൂർലീങ്ങളായ പെണ്ണ് ഉണ്ടോ? നിങ്ങൾക്കൊരു പ്രയാസമില്ലാത്ത പുരുഷൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താ? പൈസയും പെണ്ണുമാണല്ലോ. അഖറത്താണെങ്കിൽ പ്രധാന കാരണം എന്താ അല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, പെണ്ണും പൈസയല്ലേന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മളെ വിളിച്ചിട്ട്, വിശ്വാസികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്തക്കുദ്ദുന്യ ഒത്തക്കുന്നിസാ, പൈസയും സൂക്ഷിച്ചോളി, ദുനിയാവിനും സൂക്ഷിച്ചോളി, ഒത്തക്കുന്നിസാ, പെണ്ണുങ്ങളെയും സൂക്ഷിച്ചോളി. പെണ്ണുങ്ങളെ സൂക്ഷിച്ചോളി, സൂക്ഷിച്ച് നോക്കാനല്ല. അല്ലോ, പെണ്ണുങ്ങളെ കണ്ട ഇപ്പം എല്ലാ ആൺകുട്ടികളും പ്രത്യേക തരം മുടിയും കോലും ഒക്കെ ഇരുന്ന് നടക്കുന്നത് എന്തിനാ? ഇത് പിടിക്കാൻ വന്ന പോലെ കാല ഓല് പെട്ടെന്ന് രണ്ടാൾ സുജൂദിലേക്ക് തലതാത്തി കേട്ടോ. കേൾക്കാൻ വന്ന പോലെ പുറയിലുണ്ടാവും ഇത് തന്നെ അല്ലേ? എന്താണ് മുടിയൊക്കെ ഇങ്ങനെ പാറി പറത്തിക്കുക. പെണ്ണുങ്ങൾക്കൊക്കെ മുടിനോട് വലിയ ഇഷ്ടമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ എന്താ കാരണം അറിഞ്ഞൂടാ, ഇവലിങ്ങനെ ആക്കാൻ കാരണം എന്താട്ടെ. അപ്പോൾ സ്ത്രീകളും സമ്പത്തും ഇത് രണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പരലോക യാത്രക്ക് ഒരുപാട് അഹ്റത്തുണ്ടാക്കും അല്ലേ? പൈസ കിട്ടും എന്ന് പറഞ്ഞാൽ കുറേ ദീനൊക്കെ മാറിപ്പോകൂലേ അല്ലേ? അപ്പോൾ അവിടെയാണ് നമുക്ക് തകരാറ് സംഭവിക്കുക. ഇപ്പോൾ ഏത് പുരുഷനായിരുന്നാലും ഏത് പ്രായക്കാരനായ പുരുഷനായാലും ഒരു സ്ത്രീയെ കണ്ടാൽ അവളോട് സംസാരിക്കാനും അവളോട് കിഞ്ചന വർത്തമാനങ്ങൾ പറയാനും കുശലാന്വേഷണങ്ങൾ നടത്താനും ഒക്കെ ഏത് പ്രായക്കാരും തയ്യാറാവും. നേരെ മറിച്ച് അവനാൻ്റെ ഭാര്യയാണെങ്കിൽ അതുണ്ടാവില്ല. അവനാൻ്റെ പെണ്ണുങ്ങളോട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ കുറച്ച് നേരം പത്താൻ പോയി പണിയൊക്കെ അറിയാം എത്താനും പറഞ്ഞു നമുക്ക് താല്പര്യമില്ല. എന്താ അവള് പെണ്ണല്ലേ? നിങ്ങൾ കാണുന്ന പെണ്ണുങ്ങൾക്കുള്ളതൊക്കെ നിങ്ങളെ പെണ്ണുങ്ങൾക്കില്ലേ? ഉണ്ട്. നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കുള്ള നിങ്ങളെ പെണ്ണുങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവളോട് വർത്താൻ പറയാം. അപ്പം നിങ്ങളുടെ പെണ്ണിനോടുള്ള താല്പര്യമല്ല, വെറൈറ്റീസിനോടുള്ള താല്പര്യമാണ് അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന എവിടെയാണ് ആഖിറം പോകുന്നത്? അവിടെ അഖ്റത്ത് നമ്മൾ അള്ളാഹു കൽപ്പിച്ച അരുതെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതെല്ലാം കൂടി റിസൾട്ട് കൈ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അഭിപ്രായത്തിൽ കഴിച്ചിലാവുമോ? ഇപ്പം ഇന്ന് എന്നോട് മരിച്ചു പോവുകയാണെങ്കിൽ കഴിച്ചിലാവുമോ? കഴിച്ചിലാവാഞ്ഞതൊക്കെ വന്നു പോയാലും കഴിച്ചിലാകാനൊരു വഴിയുണ്ട്. ഇതിലൊക്കെ ഡിലേറ്റ് ആക്കാനൊരു വഴിയുണ്ട് അല്ലേ? എന്താ ഡിലേറ്റ് ചെയ്യാൻ? ഇസ്ലാമിൽ പിന്നെ ഡിലേറ്റ് ചെയ്യാൻ ഏത് ഇതിലാണ് പോകേണ്ടത്? നിങ്ങൾ തൗബയുടെ അല്ലേ? യാ അയ്യുഹൽ നാസ് യാ അയ്യുഹൽ ആമനു എന്നൊക്കെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നുണ്ട്. തൂബു തൗബത്തൻ നസുഹ, ആത്മാർത്ഥമായി ആത്മാർത്ഥാവണം കേട്ടോ. തൗബ ചെയ്താൽ എന്നാൽ ഡിലേറ്റ് ആവും. അതൊന്നും അവിടെ വരില്ല, ബേജാറാണ്ട കേട്ടോ. ഏതാട്ടെ, നമ്മൾ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, താരകങ്ങൾ ചിതറി വീഴുമ്പോൾ, സമുദ്രങ്ങൾ തുറന്നുവിടുമ്പോൾ, ഖബറുകൾ തുറന്നുവിടുമ്പോൾ, റിസൾട്ട് അറിയുമ്പോൾ, അതാണ് അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത് ലിഗദിൻ. ആ അലിമത്ത് നഫ്സുൻ മനുഷ്യൻ അറിയുകയായി, മാ ഖദ്ദമത്ത് വമാ അഖറത്ത്, എന്തൊക്കെ അല്ലാഹു ചെയ്യാൻ പറഞ്ഞു ചെയ്തു, എന്തെല്ലാം വിട്ടുകളഞ്ഞു, അത് റിസൾട്ട് കൃത്യമായി അറിയും കേട്ടോ. അങ്ങനെ വരുമ്പോൾ ആ റിസൾട്ട് മോശമാണെങ്കിൽ അള്ളാഹു ചോദിക്കും നമ്മളോട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, എന്തേ നിൻ്റെ രക്ഷിതാവിൻ്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിക്കപ്പെടാൻ കാരണം? ചിന്തിച്ചില്ലേ നീ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലേ? അപകടകരമായ യാത്രയെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ലേ? ഇങ്ങനൊരു പരലോകമുണ്ട്, ഇങ്ങനൊരു ലോകാവസാനമുണ്ട്, അവസാനം ഒരു വിചാരണയുണ്ട്, അത് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? മാ ഗറക ബിറബ്ബിക്കൽ കരീം, എന്താ മനുഷ്യൻ നീ ചിന്തിക്കാതെ പോയത്? അല്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചത് അവനല്ലേ? ഫസവ്വാക, നിന്നെ ശരിപ്പെടുത്തിയത് അവനല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. നിങ്ങളുടെ കണ്ണ് എവിടെ ഉള്ളത്? ഈ കണ്ണ് രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ടല്ലേ സൗന്ദര്യം ആസ്വദിക്കുന്നത്? ആ കണ്ണല്ലേ പ്രധാന സൗന്ദര്യത്തിൻ്റെ ഒരവയവം അല്ലേ? അവൻ ശരിപ്പെടുത്തിയതല്ലേ അത്? നിൻ്റെ മൂക്കിൻ്റെ രൂപകൽപ്പന നൽകിയതാരാ? അള്ളാഹു അല്ലേ? ആ മൂക്കിൻ്റെ ഭംഗിയോണ്ടല്ലേ നീ കണ്ണാടിയിൽ നോക്കി ചിരിച്ചത്? ആ മൂക്കിൻ്റെ ഓട്ടെങ്ങാനും പുറത്തേക്ക് നിൽക്കുകയാണെങ്കിലോ, രണ്ടോട്ട താഴത്തേക്കുള്ളത്. നിൻ്റെ ചെവി നീ കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഫോൾഡിങ് ടൈപ്പാ, എല്ലില്ല ഉണ്ടോ? എല്ലുണ്ടായിരുന്നെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയുമോ? അങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞെടുക്കാൻ കഴിയുമോ? കഴിയൂല അല്ലേ?
ഫസവ്വാക്ക, നിൻ്റെ ആന്തരിക അവയവങ്ങൾ എത്രയാണ്, അവിടെ എന്തെല്ലാം സംവിധാനങ്ങളാണ്, തിന്നുന്നത് മുഴുവൻ ദഹിക്കണം, ആമാശയത്തിന് എന്തെല്ലാം പണിയാണ്. നിങ്ങൾക്ക് ആലോചിച്ചറിഞ്ഞൂടെ, പടച്ചോൻ്റെ സിട്ടിപ്പ് ഒരു നമ്മളുടെ ബ്ലഡ് മുഴുവനും ഫിൽട്ടർ ചെയ്യണം അല്ലേ? എന്തെങ്കിലും പ്രയാസം ഉണ്ടപ്പോൾ നമ്മൾ അറിയുന്നും കൂടിയില്ല ഉണ്ടോ? നേരെ മറിച്ച് നമ്മളൊരു കിഡ്നി ഫെയിലിയർ ആയാലോ, ഡയാലിസിസ് ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ വെറുതെ കിടന്നു കൊടുക്കണം, എന്നിട്ട് എത്ര മണിക്കൂർ അത് തന്നെ 10 മണിക്കൂർ നമ്മളുടെ ബ്ലഡ് ഒന്ന് നേരെ നിൽക്കാൻ ഡോക്ടർ ഉണ്ടല്ലോ ഇവിടെ. അല്ലദീ ഖലഖക ഫസവ്വക, ശരിപ്പെടുത്തിയതാ ഓരോ അവയവങ്ങളും. ഈ ആമാശയം, നമ്മളുടെ ഹാർട്ട്, ഇതൊക്കെ വെക്കേണ്ടടുത്ത് തന്നെ വെച്ചത്. തലച്ചോറ് വെക്കേണ്ടടുത്താണ് തലച്ചോറ് വെച്ചത്, കാല് വെക്കേണ്ടടുത്താണ് കാല് വെച്ചത്. നിങ്ങളെ ജനനേന്ദ്രിയം എത്ര എന്താ പറയുക, ഇത്ര മാത്രം സുരക്ഷിതമായി വെക്കാൻ കഴിയുന്ന ഇനി വേറൊരു സ്ഥലമല്ലേ നിങ്ങളൊരു ശരീരത്തിൽ. നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ, ആ ലൈംഗിക അവയവം അവിടെ അല്ലേ ഇനി വേണ്ടിനി? ഏതെങ്കിലും സ്ഥലം, എന്തെങ്കിലും ഒരു ഇപ്പോഴുള്ള ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവം നിങ്ങൾ കാട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഓൾസ് ഉണ്ടല്ലോ, അതെങ്ങാനും മാറ്റിയാലോ? വള്ളമെൽക്കോ എന്താ നിങ്ങൾ പറഞ്ഞത്? നമ്മൾ ഇരുന്നാൽ നമുക്കൊരു വിഷമമില്ലല്ലോ ഉണ്ടോ? നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കില്ലല്ലേ? ഖലഖക, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. ഫസവ്വാക, അവനാണ് നിന്നെ ശരിപ്പെടുത്തിയത്. ഫഅദലക, നിന്റെ പ്രഷറും ബ്ലഡും ഒക്കെ സന്തുലിതമാക്കിയത് അവനാണ്. ഉണ്ടോ? ബ്ലഡ് പ്രഷർ ഉണ്ടാവില്ല, ഷുഗറിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, അതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സൃഷ്ടിച്ചത് നാമാണ്. ചിന്തിച്ചില്ലേ നീ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഏത് രൂപത്തിലാണോ എങ്ങനെയാണോ നിന്നെ സൃഷ്ടിക്കേണ്ടത് ആ രൂപത്തിൽ നിന്നെ ഘടിപ്പിച്ചു. നിൻ്റെ അമ്മയും ബാപ്പി തീരുമാനിച്ചതല്ല ഈ രൂപം ആണോ? നമ്മളമ്മയും ബാപ്പി തീരുമാനിച്ചത് നമ്മളത്? ഓലിവിടെ ജനിച്ച് വളർന്ന ജനിച്ചപ്പോഴല്ലേ പെറ്റപ്പോഴല്ലേ ഓല് നമ്മളെ കണ്ടത്, അല്ലാണ്ട് അവർ പ്ലാൻ ചെയ്തിരുന്നോ? ആർക്കും ഒരു ഇതുമില്ലല്ലോ ഇതിൽ, ഉണ്ടോ? അവകാശമില്ല. ഇങ്ങനെയൊക്കെ വന്ന നീ എന്നെക്കുറിച്ചൊക്കെ നീ ചിന്തിക്കണ്ടേ? എന്താ നിന്നെ വഞ്ചിച്ച് കളഞ്ഞത്? എന്താ പടച്ചോൻ്റെ ചോദ്യം? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഇതൊന്നും ചിന്തിച്ചില്ല. അതുകൊണ്ട് കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ, രക്ഷാശിക്ഷാ നടപടികളെ നീ തള്ളിക്കളഞ്ഞു, നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതം ഇത്രമാത്രം അനാരോഗ്യത്തോടുകൂടി പോയത്, ഇത്രമാത്രം അശ്ലീലത്തിലേക്ക് നീ നീങ്ങിയത്, ഇത്രമാത്രം വഷളത്തരത്തിലേക്ക് നീ നീങ്ങിയത്, ഇത്രമാത്രം തെമ്മാടിത്തത്തിലേക്ക് നീങ്ങാൻ കാരണം അതാണ്. നീ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്ത് പ്രവർത്തിച്ചാലും ശരി, ഈ കാഹളത്തിൽ ഊതപ്പെട്ട് പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്ക് നിന്നെ കൊണ്ടുവരുമ്പോൾ വഇന്ന അലൈക്കും ലഹാഫിലീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. ഖുർആൻ പറയുന്നു വഇന്ന അലൈക്കും ലഹാഫിലീൻ, നിങ്ങൾ ചെയ്യുന്ന ചെറിയതാവട്ടെ വലുതാവട്ടെ, ഏറ്റവും നല്ലതാവട്ടെ ഏറ്റവും ചീത്തയാവട്ടെ, ഏറ്റവും വികൃതമാവത്താവട്ടെ ഏറ്റവും മനോഹരമാവട്ടെ, എല്ലാം നിങ്ങൾക്ക് നിരീക്ഷകരുണ്ട്. ഓരോ വ്യക്തിക്കും ഇവിടെ ചെയ്യുന്ന, ഇവിടെ ശ്രദ്ധിക്കുന്ന, ഇവിടെ പറയുന്ന, ഇവിടെ കാണുന്ന, ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ കാര്യവും വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരെ ഏൽപ്പിച്ചിരുന്നു. അതാണ് മലക്കുകൾ. ഓലിങ്ങനെ എഴുതുക. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ പറ്റി എന്താ എഴുതിയിട്ടുണ്ടാകുക? നിങ്ങളെല്ലാവരെ പറ്റി എഴുതിയിട്ടുണ്ട്. CD ടവറിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ കലാമ് കേൾക്കാനും പഠിക്കാനും പകർത്താനും വന്ന എൻ്റെ ഉമ്മത്ത് അല്ലേ? നിങ്ങളെപ്പറ്റി ഇപ്പോൾ അതാണല്ലോ എഴുതേണ്ടത്. എന്നെപ്പറ്റി എന്താ എഴുതേണ്ടത്? അത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം എത്തി. ഇത് രണ്ടിലും ഹോളിഡോൾ കയറാം അല്ലേ? ഇതിൽ രണ്ടിലും വിഷം കലരാം. വന്ന എന്നിലും കയറാം. പ്രശസ്തി സ്ഥാനമാനങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പ്രസംഗം പരിശീലിക്കുന്നത്, അല്ലെങ്കിൽ ഖുർആൻ പഠിച്ചത്, അല്ലെങ്കിൽ ദീൻ പഠിച്ചത്. എങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് അല്ലേ? നിങ്ങൾ ഇവിടെ വന്നത്
CG ടവറിലുള്ള കുറേ ആൾക്കാരായിട്ട് ബന്ധപ്പെടാം, മോളെ കല്യാണത്തിന് ക്ഷണിക്കാം. പിന്നെ എൻ്റെ 50 റുപ്യ കടം വാങ്ങാൻ ഒരാളൊക്കെ നല്ലതാണ് പരിചയപ്പെടുന്നത് അല്ല ഉണ്ടല്ലോ. പല ലക്ഷ്യം ഉണ്ടാവും. ഡോക്ടറായിട്ട് പരിചയപ്പെട്ടാൽ കുട്ടികളായിട്ട് അല്ല ഫീസ് കൊടുക്കാണ്ട് കഴിച്ചിലാക്കാം എന്നൊക്കെ പല തരം ലക്ഷ്യമാണല്ലോ കേട്ടോ. അങ്ങനെ ലക്ഷ്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ പ്രവർത്തിച്ചാൽ പോരാ, ആ പ്രവർത്തനം മാലാഖമാർ വളരെ മനോഹരമായി നമ്മളുടെ ഹൈറായ പുണ്യം നിറഞ്ഞ ഏടുകളിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതറിയണം, ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ചിന്തിച്ചൊക്കെ രേഖപ്പെടുത്തുക. വല്ലാത്ത രേഖയിട്ടത് ഇങ്ങളെയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമറ വെച്ച് നടക്കുന്നിടത്തൂടെ നമ്മളെങ്ങനെ നിൽക്കുക അല്ലേ? എങ്ങനെയായിരിക്കും നിൽക്കുക? എന്ത് അച്ചടക്കത്തിലല്ലേ ക്യാമറൻ്റെ കൈയ്യട്ടിട്ട് വെറുതെ ചിരിക്കുകയുള്ളൂ അല്ലേ? ഒരാളോട് ദ്രോഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ചെയ്യോ? ഇല്ല. പക്ഷെ അള്ളാൻ്റെ ക്യാമറ ഇവിടെ ഉണ്ട്. എൻ്റെയും നിങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളും, അതും കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാ. അതിന് മാന്യന്മാരായ എഴുത്തുകാരറിയ കാരണം ഏതെങ്കിലും മാന്യത കുറഞ്ഞോലാണ് ഈ വെറുതെ എഴുതും. എന്ത് നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോയാൽ മാന്യത ഇല്ലാത്ത മലക്കാണെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടേ. അപ്പം അങ്ങനെയല്ലേ നമ്മൾ അല്ലേ? ഇപ്പം എൻ്റെ എഴുതാൻ ബീരാങ്കോയനെയും ബീരാങ്കോയൻ്റെ എഴുതാൻ ഇനി ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. എപ്പോൾ നമ്മളുണ്ടാവും തെറ്റണോ മാറ്റി എഴുതും. എഴുതൂലേ? മൂപ്പര് പിന്നെ CG ടവറിലേക്ക് പോയി, അത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ CG ടവറിലേക്ക് എനിക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ എഴുതും ബീരാങ്കോയ കള്ള് ഷാപ്പിലേക്ക് പോയി. ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ബീരാങ്കോയ എഴുതും KV അബ്ദുൽ ലത്തീഫ് മൗലവി കള്ളുടിക്കാൻ പോയി. എഴുതൂലേ? ഞാനൊരാൾക്ക് സദക്ക കൊടുത്താൽ ബീരാങ്കോയ എഴുതും അയാളെ, ആ പാവപ്പെട്ട മനുഷ്യനെ തച്ച് മർദ്ദിച്ച് അവശനാക്കി ആസ്പത്രിയിൽ അഡ്മിറ്റാക്കി. ഇതില്ല എഴുതൂലേ? എഴുതൂലേ? അതുകൊണ്ട് അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചില്ല. നമ്മളെങ്ങാനും ഏൽപ്പിച്ചത് വൃത്തിയാവും. ഒരാളുടെ എഴുതാൻ മറ്റാളും, മറ്റാളുടെ എഴുതാൻ മറ്റാളും ആക്കിയാൽ അല്ല പോലെ വൃത്തിയാവില്ലേ? അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഈ നിരീക്ഷകർ നിങ്ങൾ കാണാത്ത ടീമാണ് കേട്ടോ. അതാണ് വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ കേട്ടോ. യഅലമൂന, അവരറിയും, മാ തഫ്അലൂൻ, നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും. ഇപ്പോൾ റിക്കാർഡിക്കലായി ഇവിടെ നടക്കുന്നുണ്ട്. ലോകം അവസാനിക്കുന്ന സമയത്ത് റിക്കാർഡൊക്കെ അവിടെ കൊടുക്കും. ആ ഒരു ബോധം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങളെ അഭിപ്രായത്തിൽ നന്നാവില്ലേ? നന്നാവേണ്ടതല്ലേ? ഒരല്പം ചിന്തിക്കുന്ന ആൾ നന്നാവില്ലേ? അല്ലേ? നല്ല ആളുകളാണെങ്കിൽ ഇന്നൽ അബ്റാറ ലഫീ നഈം, അനുഗ്രഹീത സ്വർഗത്തോപ്പിലെത്തും. ഈ റിക്കാർഡ് കറക്റ്റാക്കണം. ഇതെവിടേക്ക് തെറ്റ് പറ്റിയതിനൊക്കെ തിരുത്തണം. വൈനൽ ഫുജാറ ലഫി ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ ആ ഫുജാറുകൾ, തെമ്മാടികൾ ഉണ്ടാകുക. അപ്പം തെമ്മാടികളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഈ റിക്കാർഡിൻ രേഖപ്പെടുത്തുന്ന മലക്കുകൾക്ക് നമ്മളെക്കുറിച്ച് നല്ലത് എഴുതാൻ അള്ളാഹു കണ്ണിൻ്റെ ഇമ വെട്ടി തുറക്കുമ്പോഴേക്കും ലോകം അവസാനിപ്പിക്കുന്ന ഈ സുദിനത്തിലേക്ക് കാത്തു നിൽക്കാതെ വളരെ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. സാരിഉ ഇലാ മഗ്ഫിറ, പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിച്ചടുക്കുക. ചെറുപ്പത്തിൽ കുട്ടികൾ മൂത്രത്തിലും കാട്ടത്തിലും കൈയിട്ടടിച്ച് കളിച്ചില്ലേനോ? അക്കളി അള്ളാഹ് കളിപ്പിക്കുമ്പോഴാണ് പുരക്കാരും ആഗ്രഹിക്കും, നിങ്ങൾക്ക് പിന്നെ ഒരു എന്താ ആഗ്രഹം ഇവിടെ നടന്നില്ല, എന്താ അറിയുന്നത് നിങ്ങൾ അറിയുന്നില്ല. അപ്പോഴാണ് എല്ലാവരും കൊതിക്കുക പടച്ചോനെ നേരത്തെ പോയിരുന്നെങ്കിൽ അല്ലേ. അല്ലാണ്ട് തന്നെ ഇപ്പം നേരത്തെ പോവുക നല്ലത്. കാരണം മക്കളാരും നോക്കും വിചാരിച്ചിട്ട് കേട്ടോ. ഇന്നത്തെ കാലത്ത് ആരും നോക്കുക. ഇപ്പം നിങ്ങളെ മക്കൾ യഥാർത്ഥത്തിൽ നോക്കുന്നില്ല ഉണ്ടോ? ഇപ്പം നിങ്ങളെ മക്കളൊക്കെ ഇവിടെ, നിങ്ങളെയൊക്കെ മക്കളിവിടെ ഗൾഫിലാണ് അല്ലേ? ഗൾഫിലല്ലേ? അധികം ആൾക്കാരുടെ മക്കളും ഗൾഫിലല്ലേ? അല്ലേ? ആണ്. ഒരു പൊരേൽക്ക് ഈ പ്രായമായ സമയത്ത് നിങ്ങൾക്കൊരു മീൻ വാങ്ങിത്തരാനോ, നിങ്ങൾക്കൊരു അരി വാങ്ങിത്തരാനോ, ഒരു മണ്ണെണ്ണ വാങ്ങിത്തരാനോ, ഒരു റേഷൻ ഷാപ്പ് പോകാനോ, ഒന്ന് ഉമ്മനെ ആസ്പത്രി കൊണ്ടുപോകാനോ ബണ്ടോ? ഇല്ല. ഓപ്പോടുള്ളത് ഓനും ഓൻ്റെ പെണ്ണുങ്ങളും ഗൾഫിലല്ലേ? ഓനും ഓൻ്റെ പെണ്ണുങ്ങളും കുടുംബം ഗൾഫിലാണെങ്കിൽ നിങ്ങളെ കാണാൻ ഓൻ എന്തെങ്കിലും പ്ലെയിൻ ടിക്കറ്റ് എടുക്കുമോ? നേരെ മറിച്ച് ഓൻ്റെ ഭാര്യ എവിടെയാണെങ്കിൽ ഓൻ എത്ര ഇട്ടെടുക്കും? ഇല്ലേ? നിങ്ങൾക്കിതൊന്നും അറിയായിട്ടല്ലല്ലോ. നിങ്ങൾക്കറിയാതൊക്കെ പറഞ്ഞാൽ കുടുംബം വഷളാവുന്നു അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേരക്കുട്ടികളാണെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുക എന്നുള്ളൂ. ഇനി അവസാനം ഈ ഗൾഫുകാരൻ്റെ ബാപ്പ അല്ലെ ഉമ്മ
അത്രയും സീരിയസ് ആയോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ഇവിടുന്ന് ഫോൺ ചെയ്യും അല്ലേ. അപ്പോൾ ഓൻ അവിടുന്ന് ഇങ്ങോട്ട് വരും. വന്നിട്ട് ഏതെങ്കിലും പ്രമാദമായ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവിടുന്ന് ICUലേക്ക് മാറ്റും. ഓൻ വന്ന പിറ്റേന്ന് തന്നെ ICUലേക്ക് മാറ്റി. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മയ്യത്ത് വാങ്ങി കുറച്ച് ദിവസമൊക്കെ ഇവിടെ അങ്ങനെ 3 ദിവസം അങ്ങനെ നിന്ന് തഴ്സിയത്തൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമ്മളെ ജോലിയാണെങ്കിൽ പോവും, അതുകൊണ്ട് നമ്മൾ പോവുകയാണ്, വീണ്ടും ഓലങ്ങ് പോവും അല്ലേ. കാണണമല്ല നിങ്ങൾ ആണോ? അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക പടച്ചോനെ എൻ്റെ കുട്ടിൻ്റെ കൈകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിനെ പോറ്റിയത്, നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിനെ പഠിപ്പിച്ചത്, എന്താ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടായത്? ഓനൊരു കുടുംബം ഉണ്ടായി, ഓൻ്റെ ഭാര്യൻ്റെ കൂടെ കൊണ്ട് ജീവിച്ചു, ഓന് കുറേ കുട്ടികളുണ്ടായി, അക്കുട്ടികൾ ഓന് കൊടുക്കും ഈ ശമ്പളം, അത് വേറെ വിഷയം. അത് നിർബാധം തുടരുന്നില്ലേ? ഉണ്ടോ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത? തരുത്തോ? തരുത്തേം പിന്നെ നിർത്തണം, മനസ്സിലായോ? എല്ലാവരും സ്ഥിതി ഞാൻ പറഞ്ഞത്, ഞാനതിന് ഒരാളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. പക്ഷെ അള്ളാൻ്റെ ദീനുള്ള കുട്ടികളുണ്ടല്ലോ, അതിങ്ങനല്ല. അതായി കിട്ടാൻ പ്രാർത്ഥിച്ചോളി. അതായാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളെ താല്പര്യങ്ങളും നിങ്ങളെ തൃപ്തിയും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കുമായിരിക്കും എൻ്റെ മുന്തിയ ഓനുള്ള പരിഗണന. കേട്ടോ, ഞാൻ എൻ്റെ ഉമ്മാക്കും ബാപ്പാൻ്റെയും പരിഗണന ഞാൻ കൊടുക്കും. അവരാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്. അവരോട് ഞാൻ കാണിച്ചാൽ എന്ത് ചെയ്താലും മലക്കുകൾ രേഖപ്പെടുത്തി എന്നെ വളരെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്ന ചിന്തവനുണ്ടാവും. മനസ്സിലല്ലേ? അപ്പം അതുകൊണ്ട് നമ്മളുടെ സാക്ഷി പറയുന്ന തൊലികളും നമ്മളുടെ കണ്ണുകളും നമ്മളുടെ കാതുകളും നമുക്കതിൽ തെളിവ് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നു നമ്മളുടെ തൊലിയോട്, കാലൂലി ജുലൂദിഹിം ലിമ ഷഹിത്തും അലൈനാ, എന്തിനാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ സാക്ഷി പറഞ്ഞത്? കാലൂ, അപ്പോൾ തൊലികളതാ സംസാരിക്കുന്നു അവനോട്, അൻതക്കനല്ലാ, അള്ളാഹുവാണ് നമ്മെ സംസാരിപ്പിച്ചത്, അല്ലദീ അൻതക കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു തന്നെയാണ് എന്നെയും സംസാരിപ്പിച്ചത്, നിങ്ങൾക്കെതിൽ അള്ളാഹു സംസാരിപ്പിച്ചതാണ് എന്ന് പറയും. അപ്പോൾ ഈ കിടുകിട വിറക്കപ്പെടുന്ന ആ സമയത്ത് ഭൂമിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വാഹ്റജത്തിൽ അർളു അസ്കാലഹ, ആ സമയത്ത് യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഒന്നും കൂടി കേട്ടോളി, സാക്ഷി ഇനി ഒന്നും കൂടി പറയാൻ പോകുന്നുണ്ട്. ഭൂമി പടച്ചവനോട് സംസാരിക്കും, ഞാനും നിങ്ങളും ചെയ്ത തെറ്റ് ചെയ്ത സ്ഥലം. ഇപ്പം നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ ഓരോ തെറ്റ് ചെയ്യുക, ആ സ്ഥലം വിളിച്ച് പറയും. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, എന്താണ് മാ അഖ്ബാറുഹ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ച് ഓരോ മനുഷ്യനും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ ഭൂമി തന്നെ വിളിച്ച് പറയും. നിങ്ങളെ തൊലി പറയും, നിങ്ങളെ കാത് പറയും, നിങ്ങളുടെ കണ്ണുകൾ പറയും, ചെയ്ത സ്ഥലം ആ ഭൂമി പറയും. എന്തു പറയുന്നു? അള്ളാഹുവിൻ്റെ പരലോകം എന്ന് പറയുന്ന ഈ വിചാരണ കോടതിയിലേക്ക് ഓരോരുത്തരുടെയും മരണത്തോടു കൂടി ഓരോരുത്തർക്കും യാത്രയാവാൻ ടൈമായി. അതെപ്പോഴെന്ന് നമുക്കറിയില്ല. അറിയോ? ഇല്ല. ഈ ലോകം അവസാനിക്കുന്നതെന്ന് എപ്പോഴാണെന്ന് നമുക്കറിയില്ല അല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് അടയാളങ്ങൾ, ഒന്നൊന്നല്ല, ഒരുപാട് അടയാളങ്ങൾ ഇവിടെ നമ്മളെ പകൽ വെളിച്ചം പോലെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. എല്ലാ ഒരുവിധം അടയാളങ്ങളും ഇനി നമുക്ക് ചിന്തിക്കാൻ അവസരമായി, പ്രത്യേകിച്ച് മുജാഹിദുകൾക്ക്. നമ്മൾ ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, സമൂഹത്തിൻ്റെ ഭൃത്യന്മാരായി ജീവിക്കുന്നവരാണ്, രാപ്പകലില്ലാണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓടി നടക്കുന്നവരാണ്. ഒരുപാടിപ്പോൾ ഓടിയതെല്ലാം അള്ളാഹുവിൻ്റെ നല്ല റിക്കാർഡിൽ എത്തിയോ എന്ന് പരിശോധിക്കുക. എത്തിയിട്ടില്ലെങ്കിൽ ഇനി ഓടാനുള്ള ഭാഗം അള്ളാഹുവെ നിൻ്റെ പുണ്യപ്പെട്ട റിക്കാർഡിൽ രേഖപ്പെടുത്തത്തക്ക രൂപത്തിൽ ഞാൻ ഇനി ഓടും എന്ന് ഇപ്പം തീരുമാനിക്കുക. നിഷ്കളങ്കമായി ഓടും. ഓടാൻ ഒരുപാട് ഓട്ടം ഒരുപോലെ തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചത് എല്ലാവരും ഒരുപോലെയാണ്, പക്ഷേ ഇഖ്ലാസ് പലർക്കും വ്യത്യാസമായിരിക്കും അല്ലേ. പലരുടെയും ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും അല്ലേ.
ഒരുപാട് നല്ല നമസ്കാരവും നടന്നിട്ടുണ്ടാവും. ഇത് നല്ലതിനി ചെയ്യാൻ, ശരി ചെയ്യാൻ, അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാൻ, മറ്റാരെയും കാണിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ പോകാതിരിക്കാൻ എൻ്റെ പ്രവർത്തനം, എൻ്റെ ഇബാദത്ത്, എൻ്റെ സംസാരം, എൻ്റെ ചിന്ത ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാക്കി മാറ്റുക. ലോകം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. യാത്രക്ക് മുമ്പ്, ഈ ലോകം അള്ളാഹു അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നല്ലവരിൽ നല്ലവരാകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുപാട് ജീവിക്കാൻ ഇനി ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹു ആരോഗ്യത്തോടു കൂടിയും ഈമാനോടു കൂടിയും പടച്ച തമ്പുരാൻ്റെ ദീനിനെ മാറോടണച്ച് പിടിച്ചുകൊണ്ടും ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ആർക്കും ബാധ്യതയില്ലാത്ത വിധം അള്ളാഹു എന്നെയും നിങ്ങളെയും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുമാറാകട്ടെ. നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ മക്കൾക്കും ആർക്കും ഒരു ബാധ്യതയില്ലാത്ത വിധം പടച്ച തമ്പുരാൻ നമ്മെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തികരമായ രൂപത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര പോകാൻ, അള്ളാഹുവിൻ്റെ കോടതിയിലേക്കുള്ള യാത്രയിൽ 70,000 മലക്കുകളോടുകൂടി നമ്മളുടെ മയ്യത്ത് അനുഗമിച്ച് മയ്യത്തിന് വേണ്ടി മലക്കുകൾ കൂടി പ്രാർത്ഥിക്കുന്ന ആ തരത്തിൽ അള്ളാഹു നമ്മളുടെ മയ്യത്തിനെ ഈ വീട്ടിൽ നിന്നും പടിയിറക്കി കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ പരലോകത്ത് വലതുഭാഗത്ത് ഒത്തുകൂടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വരുന്ന പരിശുദ്ധ റമദാൻ നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നിഷ്കളങ്കമായ ഇബാദത്തുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മളുടെ മയ്യത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളെല്ലാം അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ, ആർക്കും ബാധ്യതയില്ലാതെ ജീവിക്കുവാൻ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം നൽകുവാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുവാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.